1905 ബംഗാൾ വിഭജനത്തിനെ എതിർക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഭാഗം മുസ്ലിം സംസ്ഥാനമായും ഈ ഹിന്ദുക്കൾ ഭാഗം ഭൂരിപക്ഷമുള്ള ഭാഗം ഹിന്ദു ഭൂരിപക്ഷമായി അങ്ങനെ രണ്ടായി ബംഗാൾ വിഭജനം. ആ ബംഗാൾ വിഭജനത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഹിന്ദുക്കളും മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയപ്പോൾ, ബ്രിട്ടീഷുകാർക്കെതിരെ പട്ടപൊരുതിയപ്പോൾ അവരുടെ ചുണ്ടുകളിൽ ഈ വന്ദേമാതര ഗാനമായിരുന്നു. അന്ന് പൂർണ്ണ ചരണങ്ങളും പാടിയിരുന്നു, മുഴുവൻ ചരണങ്ങളും പാടിയിരുന്നു. അന്ന് മുസൽമാനും ഹിന്ദുവിനും ക്രൈസ്തവനും ശിഖനും ബുദ്ധനും ആർക്കും ഇതിലൊരു തെറ്റും തോന്നിയിട്ടില്ല. വന്ദേമാതരം അന്ന് അവരുടെ ഹൃദയത്തിലായിരുന്നു, ചങ്കിലായിരുന്നു, അവരുടെ വികാരമായിരുന്നു വന്ദേമാതരം. ഈ മറ്റ് സെമിറ്റിക് മതവിഭാഗങ്ങളിൽ ഒരു അമ്മ ദൈവസങ്കല്പം ഇല്ല എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് തുംഹി ദുർഗ ദശപ്രഹരണ ദായിനി എന്ന് പറയുന്നതിന് പകരം തുംഹി അല്ല ദശപ്രഹരണ ദായക എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തുംഹി യഹോവ ദശപ്രഹരണ ദായക എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കുന്ന ഒരു അമ്മ സങ്കല്പമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ, ഞങ്ങളുടെ ദൈവങ്ങളെ പോലെയാണ് നീ എന്ന് എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഭാരതത്തെ ദൈവത്തെ പോലെ തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് തുല്യമാണ് അമ്മേ ഭാരതാംബെ നീ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതിനൊരു വർഗീയ കണ്ണോടുകൂടി, ഒരു മതത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? വന്ദേമാതരം എന്നെങ്കിലും ആളുകളെ വിഭജിച്ചിട്ടുണ്ടോ? നമസ്കാരം. വടശ്ശേരിക്കര ദാമോദരൻ മേനോൻ മകൻ സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറ്റ് സത്യപ്രതിജ്ഞാ ദിവസം വന്ദേമാതരത്തിന്റെ പൂർണ്ണ വരികൾ അവിടെ ആലപിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ സർക്കാർ ചടങ്ങുകളിൽ ഈ വന്ദേമാതരം പാടുന്നത് നിർബന്ധമാക്കിയത്. അതിന്റെ പൂർണ്ണ ചരണങ്ങൾ, എല്ലാ ചരണങ്ങളും ആലപിക്കണം എന്നായിരുന്നു. സൗകര്യാർത്ഥം ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമാണ് നമ്മൾ പാടിയിരുന്നത്. അങ്ങനെ വളരെ മനോഹരമാണ്. ഓരോ ഭാരതീയന്റെയും രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു വന്ദേമാതരം കേൾക്കുമ്പോൾ. പക്ഷെ ഇവിടെ അതിനെ തുടർന്ന് പിറ്റേ ദിവസം ഒരു വിവാദം ഉടലെടുക്കുകയുണ്ടായി. ഈ വന്ദേമാതരത്തെ എതിർക്കുന്ന ആൾ ഒന്നുകിൽ വലിയ മതാന്തനായിരിക്കണം, അല്ലെങ്കിൽ ഒന്നാന്തരം കുത്തിത്തിരിപ്പുകാരനായിരിക്കണം. ഇവിടെ ആരാണ് ആദ്യമായി വന്നതെന്ന് നോക്കാം. നമ്മുടെ മുൻ മന്ത്രി, ടൂറിസം മന്ത്രിയായിട്ടുള്ള, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് ഇതിനെതിരെ വന്ദേമാതരം ആലപിച്ചത് ഒരു മതത്തിനെതിരെയുള്ള ആക്രമണമാണ്, മതേതരത്വത്തിനുള്ള ആക്രമണമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നത്. അദ്ദേഹം ഒന്നുകിൽ ഒരു മതാന്തനായ വ്യക്തിയായിരിക്കണം, ചിലരെല്ലാം പറയുന്നുണ്ട് അദ്ദേഹം ഒരു സിമിക്കാരനാണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പ് പരിപാടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മറുപടിയായി BRM ഷഫീർ വന്നു. BRM ഷഫീറിന്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വീഡിയോക്കുള്ള കാരണം. അദ്ദേഹം പറയുന്നു, ഈ വന്ദേമാതരം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്, ഇനിയും പാടും, ഇനിയും പാടും, ഇനിയും പാടും ഞങ്ങൾ വന്ദേമാതരം എന്ന് അസന്നിഗ്ധമായി BRM ഷഫീർ പറയുന്നു. BRM ഷഫീറിനെ പോലെ ഒരു ദേശീയ മുസ്ലിം, കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു ദേശീയ മുസ്ലിം, അദ്ദേഹം ആർജവത്തോടെ അത് പറയുമ്പോൾ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണോ ഈ വന്ദേമാതരം എന്നത് പരിശോധിക്കപ്പെടുകയാണ് ഇവിടെ. നോക്കൂ, 1870 ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം രചിക്കുന്നത്. 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിൽ പിന്നീട് അദ്ദേഹം ഇത് കൂട്ടിച്ചേർത്തു. നോക്കൂ, വിഭജിക്കുകയാണ് വന്ദേമാതരം എന്നാണ് റിയാസിനെ പോലെയുള്ള ആളുകൾ, ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെന്നും കുത്തിത്തിരിപ്പിന്റെ ആശാന്മാരാണ് എന്ന് പറയേണ്ടി വരും. ആ കുത്തിത്തിരിപ്പിനൊപ്പം കുറച്ച് മതാന്തത കൂടി പടരുമ്പോൾ അത് വളരെ അതിഭീകരമായി മാറും. ഈ വന്ദേമാതരം എന്നും ഭാരതീയനെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു ഗീതമാണ്, ഒരു ഗാനമാണ്. അത് 1905 ബംഗാൾ വിഭജന കാലത്ത്, നോക്കൂ, ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒരു ബംഗാളായും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒരു ബംഗാളായും ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വിഭജിച്ചു. അതിനെതിരെ ഹിന്ദുവും മുസൽമാനും ശിഖനും ബുദ്ധനും ജൈനനും അടങ്ങുന്ന ഭാരതീയൻ പോരാട്ടം നടത്തി. അവർക്ക് വളരെ ആവേശം നൽകിയ ഒരു ഗാനമാണ് വന്ദേമാതരം. ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് ഈ വന്ദേമാതരവും പാടിക്കൊണ്ടാണ് പോരാട്ടം നടത്തിയത് അധിനിവേശ ശക്തികൾക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരുമിപ്പിക്കാനാണ് ഈ വന്ദേമാതരം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. അമ്മേ ഭാരതാംബെ അങ്ങയെ വന്ദിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഭാരതീയരെ എക്കാലവും ഒരുമിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനെ എതിർത്ത ആളുകൾ ആരാണ് ആദ്യകാലം മുതൽ എന്ന് നമുക്ക് അറിയുമ്പോഴാണ് ഇന്ന് എതിർക്കപ്പെടുന്നതിന് പിറകിലുള്ള ആളുകളുടെ ചതി നമുക്ക് മനസ്സിലാവും. 1996 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നത്. മനോഹരമായി ഈ രീതിയിൽ ആലപിക്കുന്നത് അദ്ദേഹം ഒരു പൊതുവേദിയിൽ ആലപിക്കുന്നത്. പിന്നീട് കോൺഗ്രസ്സുകാർക്ക് മറക്കാനാവാത്ത, ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഒഴിവാക്കാനാവാത്ത ഗീതമായി വന്ദേമാതരം. അത് സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ഒരു മുദ്രാവാക്യമായി പോലും ആ വന്ദേമാതരം മാറി. വന്ദേമാതരം എന്നത് ഇന്ന് പലരും ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നതും വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്നതും അതും ഒരു സ്വതന്ത്ര സമര പോരാട്ടം ഒരു മുദ്രാവാക്യമായിരുന്നു. അതുപോലെ ഉള്ളൊരു മുദ്രാവാക്യമായി പോലും മാറി. വന്ദേമാതരം, വന്ദിക്കുന്ന അമ്മയെന്ന് വന്ദേമാതരം എന്ന് വിളിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി പിടഞ്ഞു വീണ ഒട്ടനവധി സ്വതന്ത്ര സമര പോരാളികളുടെ അവരുടെ ഒരു മന്ത്രമായിരുന്നു വന്ദേമാതരം. ആ വന്ദേമാതരത്തിനെ
ആദ്യം എതിർക്കുന്നത് മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗുകാരുമാണ്. അവർ അതിന് കാരണമായി പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര പാർട്ടിയാണ്. ആ ഹിന്ദുത്വ ആശയങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. രാമരാജ്യ സങ്കല്പം, ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പം അടക്കമുള്ള അതുപോലുള്ള വന്ദേമാതരമാണ്. വന്ദേമാതരത്തെ എതിർക്കുന്നത് അതിൽ 2 വരികൾ ഈ രാജ്യത്തെ ദുർഗയായും ദേവിയായും പറയുന്നു, ദുർഗയോടും ദേവിയോടും ഉപമിക്കുന്നു, സരസ്വതിയോട് ഉപമിക്കുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ, അത് കൃത്യമായിട്ടൊരു മതവിശ്വാസി പോലും അല്ലാത്ത ജിന്നയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം നമ്മുടെ രാജ്യത്തെ ദേവിയായി ഉപമിക്കുമ്പോൾ ആ രാജ്യം നമുക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയുകയാണ്, അല്ലാതെ അത് മതപരമായിട്ടല്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ചില പോയിന്റുകൾ, കുത്തിത്തിരിപ്പിനുള്ള പോയിന്റുകൾ അന്ന് കണ്ടെത്തുകയായിരുന്നു. മനസ്സിലേക്ക് വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുകയായിരുന്നു. ആ വിഭജനത്തിന്റെ വിത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ പറഞ്ഞിരുന്നു, എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നു. BRM ഷഫീർ പറഞ്ഞതുപോലെ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ ഇന്നത്തെ ഈ കോൺഗ്രസിനാണോ എന്നറിയില്ല. കാരണം കോൺഗ്രസ് വിഭജിച്ചു, ഒട്ടനവധി കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് എസ് ഉണ്ട്, നമ്മുടെ കടന്നപ്പള്ളിക്ക് വരെ ഒരു കോൺഗ്രസ് ഉണ്ട്, ഒറ്റയാൾ പട്ടാളമായ കടന്നപ്പള്ളിയുടെ പേരിൽ തന്നെ ഒരു കോൺഗ്രസ് ഉണ്ട്. ഏത് കോൺഗ്രസിന് അവകാശപ്പെട്ടാണെന്നല്ല, ഇത് ഇന്ത്യക്കാർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലാതെ കോൺഗ്രസിന് അവകാശപ്പെട്ടില്ല. ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ ഏകോപിപ്പിച്ച ഒരു സംഘടനയായിട്ടുള്ള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ഇന്നത്തെ കോൺഗ്രസ് BRM ഷഫീറിന്റെ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്നുള്ളതിൽ ഒരു ചോദ്യമുണ്ട്, നമുക്കത് അതിലൊരു സന്ദേഹമുണ്ട്. പക്ഷെ ഇന്ത്യക്കാരന് അവകാശപ്പെട്ടതാണ്, നമ്മുടെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിനും ഇത് അവകാശപ്പെട്ടതാണ്. നോക്കൂ, ഈ വന്ദേമാതരം അത് വിഭജിക്കുകയല്ല. ഈ ഇത് വിഭജിക്കാനുള്ളതും ഇത് മതപരമായിട്ടുള്ള സ്വത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറഞ്ഞതും ഇന്ത്യയെ വിഭജിച്ച ആളുകളാണ്. ഇന്ത്യൻ മനസ്സുകളിൽ വിഭജനത്തിന് വിഷവിത്ത് വിതച്ച ആളുകളാണ്. ആ ആളുകളുടെ പിൻതലമുറയാണ് മുഹമ്മദ് റിയാസും സംഘവും എന്നാണ് ഇന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. നോക്കൂ, 1937 കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് ആദ്യത്തെ ഈ വിവാദങ്ങൾക്ക് ഒരു മറുപടി എന്നോണം ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം, വന്ദേമാതരത്തിന് ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ആലപിക്കാമെന്നുള്ള ധാരണയായത്. അന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജന ആശയങ്ങൾ മുൻപോട്ട് വെക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് തന്നെ ഈ വന്ദേമാതര ആലാപനം അതിന് ഇവർ പരമാവധി പ്രയോജനപ്പെടുത്തി. മുഹമ്മദ് അലി ജിന്നയൊക്കെ പരസ്യമായി ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പലപ്പോഴും ഈ മുസ്ലിം ലീഗിന്റെ ജിന്ന ലീഗിന്റെ ആളുകൾ പറയുകയുണ്ടായി, വന്ദേമാതരം ഇന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ്, അതായത് നമ്മുടെ റിയാസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളും പറയുന്നത് പോലെ ഇതൊരു മതത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണെന്ന് പറയുകയുണ്ടായി. നമ്മൾ ചിന്തിക്കണം, വൈഷ്ണവ് ജനത്തോ അല്ലെങ്കിൽ രഘുപതി രാഘവ രാജാറാം, ഈ രഘുപതി രാഘവ രാജാറാം പാടിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തിയ മഹാത്മാഗാന്ധിജി അതിൽ ഒരു വരി എഴുതി ചേർത്തു, ഈശ്വർ അള്ളാ തേരേ നാം എന്ന്, ഈശ്വർ അള്ളാ തേരേ നാം. പക്ഷെ അത് വന്ദേമാതരത്തിൽ അത് സാധ്യമല്ല. കാരണം ഈ രാജ്യത്തെ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ഉപമിക്കുകയാണ് ഈ വന്ദേമാതരത്തിൽ. അതിനൊരു മതേതര വെർഷൻ കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം മറ്റു മതങ്ങളിൽ ഹിന്ദു ഒരു മതമാണെന്നല്ല, ഇതൊരു സംസ്കാരമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ നാടിന്റെ സംസ്കാരമാണ്. ഇവിടെയുള്ള ഹിന്ദുവും ശിവനും ജൈനനും ബുദ്ധനും പാർസിയും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം അടങ്ങുന്ന ഒരു ജനതയുടെ സംസ്കാരമാണിതെന്ന് അംഗീകരിക്കുന്നവർക്ക് അതിലൊരു വിഷയം തോന്നാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കാം BRM ഷഫീർ അത് പറഞ്ഞത്. നോക്കൂ, ഈ മറ്റ് സെമിറ്റിക് മതവിഭാഗങ്ങളിൽ ഒരു അമ്മ ദൈവസങ്കല്പം ഇല്ല എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് തുംഹി ദുർഗ ദശപ്രഹരണദായിനി എന്ന് പറയുന്നതിന് പകരം തുംഹി അള്ളാ ദശപ്രഹരണദായക എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തുംഹി യഹോവ ദശപ്രഹരണദായക എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കുന്ന ഒരു അമ്മ സങ്കല്പമാണ്. തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ, ഞങ്ങളുടെ ദൈവങ്ങളെ പോലെയാണ് നീ എന്ന് എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഭാരതത്തെ ദൈവത്തെ പോലെ തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് തുല്യമാണ് അമ്മേ ഭാരതാംബെ നീ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതിനൊരു വർഗീയ കണ്ണോടുകൂടി, ഒരു മതത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? വന്ദേമാതരം എന്നെങ്കിലും ആളുകളെ വിഭജിച്ചിട്ടുണ്ടോ? എല്ലാ കാലഘട്ടത്തിലും ഇത് ആളുകളെ ഒരുമിപ്പിക്കാനാണ്, സ്വതന്ത്ര സമരത്തിന് സഹായകരമാക്കുന്ന ഒരു മുദ്രാവാക്യമായി പോലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വന്ദേമാതരം ഒരു സ്വതന്ത്ര സമര മുദ്രാവാക്യമായിരുന്നു. 1905 ബംഗാൾ വിഭജനത്തിനെ എതിർക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഭാഗം മുസ്ലിം സംസ്ഥാനമായും ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഭാഗം ഹിന്ദു ഭൂരിപക്ഷമായി, അങ്ങനെ 2ആയി ബംഗാൾ വിഭജനം. ആ ബംഗാൾ വിഭജനത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയപ്പോൾ, ബ്രിട്ടീഷുകാർക്കെതിരെ പട്ടപൊരുതിയപ്പോൾ അവരുടെ ചുണ്ടുകളിൽ ഈ വന്ദേമാതര ഗാനമായിരുന്നു. അന്ന് പൂർണ്ണ ചരണങ്ങളും പാടിയിരുന്നു, മുഴുവൻ ചരണങ്ങളും പാടിയിരുന്നു. അന്ന് മുസൽമാനും ഹിന്ദുവിനും ക്രൈസ്തവനും ശിവനും ബുദ്ധനും ആർക്കും ഇതിലൊരു തെറ്റും തോന്നിയിട്ടില്ല. വന്ദേമാതരം അന്ന് അവരുടെ ഹൃദയത്തിലായിരുന്നു, ചങ്കിലായിരുന്നു, അവരുടെ വികാരമായിരുന്നു വന്ദേമാതരം.
പിന്നീട് എപ്പോഴാണ് സുഹൃത്തുക്കളെ ജിന്ന ലീഗിന്റെ ആവിർഭാവത്തോടുകൂടി ഇന്ത്യയുടെ വിഭജന മോഹങ്ങളോടുകൂടി ഒരു വിഭാഗം മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭജന അനുകൂല രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വന്നപ്പോഴാണ് വന്ദേ മാതരം ഒരു മതത്തിൻ്റെതായത്. ആ വിഭജന ചിന്താഗതികൾ രാജ്യം രണ്ടായി മൂന്നായി വിഭജിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ ഒരു രാജ്യമായി സ്വതന്ത്ര രാജ്യമായി 2 മുസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായതിനു ശേഷവും ഇന്ത്യയിൽ ആ വിഭജന മനോഭാവങ്ങൾ ഉണ്ടാകുന്നു. അത്തരം വിഭജന മനോഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ വന്ദേ മാതര വിവാദത്തിൽ ഉള്ളത്. വന്ദേ മാതരത്തെ എതിർത്ത ആളുകൾ അവരുടെ അഭിലാഷം ആഗ്രഹങ്ങൾ പോലെ തന്നെ അവർക്ക് എല്ലാ രീതിയിലും അവരുടെ മതപരമായ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ തക്ക 2 രാജ്യങ്ങൾ വാങ്ങിച്ചു പോയി. ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അതിനുശേഷവും അവരുയർത്തിയ വാദങ്ങൾ വന്ദേ മാതരം ഒരു മതപരമായ സംശയം മുന്നോട്ട് വയ്ക്കുന്നു, ഇല്ലെങ്കിൽ ആശയം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് അവരുയർത്തിയ വാദങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അത്യന്തം സങ്കടകരമാണ്, ഖേദകരമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, 1905 ബംഗാൾ വിഭജന കാലത്ത് ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് വന്ദേ മാതരം പാടിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്, പൊരുതിയത്, അങ്ങനെ അവർക്ക് താക്കീത് നൽകിയത്, അവരെ പിന്തിരിപ്പിച്ചത്, അവരെ തിരുത്തിയത്. അങ്ങനെ ആളുകളെ ഒരുമിപ്പിക്കാൻ മാത്രമാണ് വന്ദേ മാതരം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്, സാധിച്ചിട്ടുള്ളത്. ഈ വന്ദേ മാതരം ഹിന്ദുവിൻ്റെതാണ്, ഇല്ലെങ്കിൽ ഹിന്ദു ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന ആശയം തുടങ്ങിയത് പോലും വിഭജന അനുകൂലികൾ ജിന്ന ലീഗാണ്. ആ ലീഗിൻ്റെ സ്വരം ഇന്ന് പലർക്കും വരുന്നത് സങ്കടകരമാണ്. അത് വരുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളോട് മാനുഷാത പറയുവാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.